ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഞാനിത് സുഖമായിരിക്കുന്നു. ഇന്ന് സത്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ തന്നെയാണ്. കാരണം എന്താ പറയുക, ഓരോ ടൈമിൽ നമുക്ക് ഓരോ മൂഡ് സ്വിങ്സ് ആവുമല്ലോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നി കഴിക്കാൻ എന്തെങ്കിലും മധുരമുള്ളത് കഴിക്കണം തോന്നി. അപ്പോൾ വീട്ടിൽ നോക്കുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ മധുരം, അതായത് പുഡിങ് ഉണ്ടാക്കാനായിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പാല് വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് വേഗം എന്ത് ചെയ്ത് അതെടുത്ത് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പാലിൻ്റെ കാര്യം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽപ്പൊടിയായിട്ടുള്ളൊരു മിക്സ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ചില സമയത്ത് മധുരം കഴിക്കണം തോന്നും, ചില സമയത്ത് എരിവുള്ളത് കഴിക്കണം തോന്നും, അങ്ങനെ ഒരു ഫീലിങ്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് എനിക്ക് കഴിക്കാൻ തോന്നിയിട്ടുള്ളത് മധുരമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ വിചാരിക്കണ്ടോ മിൽക്ക് മെയ്ഡല്ല, യൂസ് ചെയ്യുന്ന മിൽക്ക് മെയ്ഡെന്ന് വിചാരിച്ചിട്ടുണ്ടോ? അല്ലേ, മിൽക്ക് മെയ്ഡല്ല. അതിലെന്ത് ചെയ്താണ് നമ്മൾ പാൽപ്പൊടിയുടെ ആ ഒരു മിക്സ് ആക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇങ്ങനെ മധുരം കഴിക്കാൻ തോന്നിയപ്പോൾ എനിക്ക് തോന്നി പ്ലെയിനായിട്ട് എന്തെങ്കിലും ഒരു പുഡിങ് തയ്യാറാക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ചില സമയത്ത് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ അടുത്ത് തന്നെ ബേക്കറികളുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് 1/4 ഗ്രാം ഗുലാബ് ജാമുനും വാങ്ങിക്കും. പിന്നെ അതേപോലെ ചെറിയ 20 രൂപയുടെ ഐസ്ക്രീം ഉണ്ടാവുമല്ലോ, അതും വാങ്ങിക്കും. കാരണം നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗുലാബ് ജാമുനും പിന്നെ വാനിലയുടെ ഐസ്ക്രീം ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ട്, അതാണ് ഞാൻ ഇതൊക്കെ വാങ്ങിക്കാറ് കേട്ടോ. അത് രണ്ടും വെച്ചിട്ട് മിക്സാക്കി കഴിക്കും. ഭയങ്കര ടേസ്റ്റാണ്. ചെയ്യാതായിരുന്നു ചെയ്ത് നോക്കിട്ടോ. ഷുഗർ കൂടുമെന്നില്ല എനിക്കറിയില്ല, നമ്മളെപ്പോഴെങ്കിലൊക്കെ അല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ഒരേ ടൈമിൽ തന്നെ, അതായത് ഇപ്പോൾ പാൽ തന്നെ ചൂടായി വരുന്നതല്ലോ, ഒരേ സെയിം ടൈമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ പാലിൻ്റെ ഒരു മിക്സർ ഞാൻ ഒരു ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. കാര്യം നമ്മളിപ്പോൾ ഈ ചൈന ഗ്രാസ് ഒഴിക്കുന്ന ടൈമിൽ രണ്ടും കൂടെ പിരിഞ്ഞ് പോകരുത്. അത് വെച്ചിട്ടാണ്, പ്രത്യേകിച്ച് ഇതിൽ പാൽപ്പൊടിയാണല്ലോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്, പെർഫെക്റ്റായിട്ട് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ആകാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ചേർത്തിട്ടുണ്ട്. എനിക്ക് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കുറച്ച് ഇങ്ങനെ തോന്നുമ്പോൾ ചിലപ്പോൾ ഒന്നിച്ചൊന്നും കഴിക്കുന്നില്ല. അത് എന്താ പറയുക, ഒരു ആഗ്രഹമാവും ഇപ്പോൾ കിട്ടണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വലിച്ചു വാരിയൊന്നും കഴിക്കില്ല. പക്ഷേ കഴിക്കുമ്പോൾ എന്ത് ചെയ്യും, എപ്പോഴെങ്കിലും കഴിക്കില്ലുള്ളൂ വെച്ചിട്ട് അത്യാവശ്യം മധുരത്തിലാണ് കഴിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം മധുരത്തിൽ തന്നെ തയ്യാറാക്കുക. പുഡിങ്ങൊക്കെ അങ്ങനെ ആകുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ അതിലോട്ട് കുറച്ചധികം ബൂസ്റ്റ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് ബൂസ്റ്റിൻ്റെ പുഡിങ്ങാണ്, വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ ഇല്ല. പിന്നെ എന്താ പറയുക, ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ ബൂസ്റ്റ് പുഡിങ് ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൂടി ഉണ്ട്, എങ്ങനെ ഉണ്ട് ടേസ്റ്റ് എന്നൊക്കെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയും കൂടി ഉണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഇതെന്താണ് ഒന്നിങ്ങനെ മിക്സാക്കി എടുക്കുകയാണ്. പക്ഷേ ഇത് തയ്യാറാക്കിയതിന് ശേഷം എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ മിൽക്ക് മെയ്ഡ് മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം എന്ന് ഒടുക്കത്തെ ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ചൈന ഗ്രാസ് ഞാൻ മെൽറ്റാക്കിയത് ഡയറക്റ്റ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ അരിച്ചെടുക്കുന്നില്ല. കാരണം നമ്മളിനി ഇതൊന്ന് ഒരു പുഡിങ് ട്രേയിൽ ഒഴിക്കുമ്പോൾ ഒന്നിച്ചിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എന്തെങ്കിലും ചൈന ഗ്രാസിൻ്റെ ചെറിയ പീസ എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇറക്കി വെക്കണം. കാരണം ഈ ചൈന ഗ്രാസ് വേഗം കട്ടിയാകുമല്ലോ, തിക്കായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ പുഡിങ് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. ഈ ഒരു സ്റ്റേജ് എല്ലാവരും എന്ത് പുഡിങ് ഉണ്ടാക്കണമെങ്കിലും ശ്രദ്ധിക്കണം. കാരണം തരികളൊന്നും ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ഇതേപോലെ എന്ത് പുഡിങ് ഉണ്ടാക്കണമെങ്കിലും അരിച്ച് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ അരിച്ചെടുക്കുകയാണ്. ഇതിപ്പം 2 പാത്രത്തിലായിട്ടാണ് ഞാനിവിടെ സെറ്റാക്കുന്നത്. പക്ഷേ എന്താ പറയുക, നമുക്കിങ്ങനെ അധികം ക്ഷമൊന്നുമില്ലല്ലോ, കാരണം പെട്ടെന്ന് കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ബബിൾസൊക്കെ ഒന്ന് പൊട്ടിച്ചൊഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇതിപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടാവുക, എന്തായാലും ഇത് ചെയ്തെടുക്കുന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാത്രി ഒരു 7:45 ആ ഒരു ടൈമിലാണ് ഞാൻ കുക്ക് ചെയ്യാനായിട്ട് കിച്ചണിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. കൂടുതൽ ടൈമൊന്നും വേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇത് കഴിക്കാനായിട്ട് എടുക്കുന്ന എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിഷയൊക്കെ വന്നതിന് ശേഷമാണ്. അതായത് അവരൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഈ പുഡിങ് ഉണ്ടാക്കുന്ന കാര്യം. അപ്പോൾ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു സർപ്രൈസ് തന്നെ പറയാം, പെട്ടെന്ന് പുഡിങ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ തീരെ പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് ഒന്ന് പുറത്തെടുക്കുന്ന എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ടൈമിലാണ്.
പുറത്തെടുക്കുന്നത്. ആദ്യം നന്നായിട്ട് സർപ്രൈസ് ആയിട്ടുണ്ട്. കാരണം നിയമോള് കുറ്റിപ്പുറത്താണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം എന്താ പറയുക, അവൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ ഞാൻ ഈ കുക്ക് ചെയ്യുന്ന ടൈമിലൊന്നും അവന് കിച്ചണിൽ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ഫുൾ ടൈം ഈ കൊച്ചു ടി വി ഇരുന്ന് കാണുമായിരുന്നു ടി വിയിൽ. അപ്പോൾ അത് കാരണം അങ്ങനെ ഇപ്പോൾ ഞാനൊരു 10:00ക്ക് ശേഷം എടുത്ത് ഒരു ടെക്സ്ചറാണിത്. നല്ല പെർഫെക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബൂസ്റ്റ് പൊടി ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഒരു രക്ഷയില്ല. അതായത് ശരിക്കും പറയുന്നത് ഒരു ബൂസ്റ്റ് പൊടിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്രയും ടേസ്റ്റാണ്. നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പറയില്ല, വായിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അലിഞ്ഞു പോകും, അത്രയും മെൽറ്റെന്ന്. അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ചെയ്ത പോലെ തന്നെ മിൽക്ക് മെയ്ഡും പാലൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും പാൽപ്പൊടി മിക്സ് ആക്കിയിട്ടുള്ളതിലാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ചൈന ഗ്രാസ് കയ്യിലുണ്ടായാൽ മതി. കാരണം അത്രയും പെർഫെക്റ്റ് ടേസ്റ്റാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇതിനേക്കാളും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വേറൊരു ബൗളിൽ കൂടെ ഞാൻ പുഡിങ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അത് പിന്നെ ഇവർ രാവിലെ ആകുമ്പോൾ തന്നെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ബൂസ്റ്റ് പൊടി ഒന്നും സ്പ്രെഡ് ആക്കാണ്ട് അങ്ങനെ തന്നെ കഴിക്കുമ്പോൾ തന്നെ അതേപോലെ സെയിം ടെക്സ്ചർ ആയിരുന്നു. പക്ഷേ അത് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു ബൂസ്റ്റ് പൊടി സ്പ്രെഡ് ആക്കണമെന്നില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.